നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ബോർഡേഴ്സ് ആണ്. സോ നമുക്ക് നമ്മുടെ HTML എലമെൻറ്റിന് ചുറ്റും ഒരു ബോർഡർ എങ്ങനെ നൽകാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഞാനിവിടെ ഈ ലേൺ CSS എന്ന് പറയുന്ന H1 എന്ന് പറയുന്ന എലമെൻറ്റിന് ചുറ്റും ഒരു ബോർഡർ കൊടുക്കുന്നു. സോ ഞാൻ ആദ്യം നമ്മുടെ എലമെൻറ്റ് സെലക്ട് ചെയ്യുക. എലമെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ബോർഡർ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, സോ ഇതിൽ നമുക്ക് ഒരുപാട് സ്റ്റൈൽ കൊടുക്കാൻ സാധിക്കും. സോ ഞാനിവിടെ ആദ്യമായി കൊടുക്കുന്നത് സോളിഡ് ആണ്. സോ ഞാൻ സോളിഡ് കൊടുത്ത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീഫാൾട്ട് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ബോർഡർ നമ്മുടെ HTML H1 എലമെൻറ്റിന് ചുറ്റും നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ നമുക്ക് ഒരു ബോർഡർ നൽകാവുന്നതാണ്. സോ ഞാൻ അതുപോലെ നമുക്ക് പാരഗ്രാഫിന് കൊടുക്കണമെങ്കിൽ നമ്മൾ P എലമെൻറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബോർഡർ സ്റ്റൈൽ, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ കൊടുക്കും. നമ്മൾ ഇനി ഇവിടെ ഡോട്ടഡ് കൊടുക്കുന്നു. ഡോട്ടഡ് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഒരു ഡോട്ടഡ് ടൈപ്പിലുള്ള ഒരു ബോർഡർ നമുക്ക് പാരഗ്രാഫിന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ബോർഡർ വിഡ്ത്ത് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഒരു ബോർഡറിൻ്റെ വിഡ്ത്ത് നമുക്ക് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ഞാനിവിടെ ബോർഡർ വിഡ്ത്ത് എന്ന് പറയുന്ന ഈ പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. സോ ഞാനിവിടെ ഒരു 10 പിക്സൽ കൊടുക്കുന്നു. സോ 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം അതിനനുസരിച്ചിട്ടുള്ള ഒരു കട്ടിയുള്ളൊരു ബോർഡർ നമുക്ക് ലഭിച്ചു. സോ ഞാൻ ഇവിടെ 10 പിക്സ് അതുപോലെ 5 പിക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും താഴെയും നമുക്ക് 10 പിക്സ് ലഭിക്കുന്നു. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും നമുക്ക് 5 പിക്സ് ലഭിക്കുന്നു. ഇനി അതുപോലെ ഞാനിവിടെ 4 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 5 പിക്സ്, 10 പിക്സ്, 15 പിക്സൽ അതുപോലെ 20 പിക്സൽ. ഇനി സേവ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് 5 പിക്സൽ ലഭിക്കുന്നു, റൈറ്റ് സൈഡിൽ നമുക്ക് 10 പിക്സൽ ലഭിക്കുന്നു, താഴെ നമുക്ക് ബോട്ടം സൈഡിൽ നമുക്ക് 15 പിക്സൽ ലഭിക്കുന്നു, ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 20 പിക്സൽ ലഭിക്കുന്നു. സോ ഇങ്ങനെ 4 വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 4 ബോർഡറിലെ വിഡ്ത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഒരൊറ്റ സിംഗിൾ വാല്യൂ ആണ് കൊടുക്കുന്നതെങ്കിൽ അത് 4 കോർണറിനും അത് 4 സൈഡിനും ബാധകമായിരിക്കുന്നതായിരിക്കും. സോ ഇനി നമുക്ക് ബോർഡറിൻ്റെ കളർ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ഞാൻ ബോർഡർ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. സോ ഞാനിവിടെ റെഡ് കളർ കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോർഡറിന് റെഡ് കളർ ലഭിക്കുന്നു. സോ ഇനി ഞാനിവിടെ റെഡ്, അതിനുശേഷം ഒരു ബ്ലൂ എന്ന് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും നമുക്ക് ബ്ലൂ ലഭിക്കുന്നു, മുകളിലും താഴെയും റെഡ് ലഭിക്കുന്നു. ഇതുപോലെ നമ്മൾ 4 കളർ കൊടുക്കുകയാണെങ്കിൽ വയലറ്റ്, ബ്ലാക്ക്. സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് ക്ലോക്ക് വൈസിൽ ലഭിക്കുന്നതായിരിക്കും. മുകളിൽ റെഡ്, റൈറ്റ് സൈഡിൽ ബ്ലൂ, താഴെ വയലറ്റ്, ലെഫ്റ്റ് സൈഡ് ബ്ലാക്ക്. സോ ഇത്തരത്തിൽ നമുക്ക് ബോർഡർ കളറും കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ എനിക്ക് ഈ ബോർഡർ സ്റ്റൈൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ഇഷ്ടമുള്ള സൈഡിൽ മാത്രം കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ ആദ്യമായി ഇവിടെ കളർ റെഡ് എന്ന് മാത്രം കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളർ ലഭിക്കുന്നു. ഇനി എനിക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് ബോർഡർ വേണ്ടതെങ്കിൽ സോ ഞാനിവിടെ ബോർഡർ സ്റ്റൈൽ തൽക്കാലത്തേക്ക് ഡിലീറ്റ് ചെയ്യുന്നു. ശേഷം ഞാൻ ബോർഡർ ലെഫ്റ്റ് സ്റ്റൈൽ എന്ന പ്രോപ്പർട്ടിയിൽ ഞാൻ സോളിഡ് എന്ന് കൊടുക്കുന്നു. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ മാത്രം ലഭിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഓരോ സൈഡും നമുക്കിതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാനിവിടെ ബോർഡർ ടോപ്പ് സ്റ്റൈൽ ഞാൻ ഡോട്ടഡ് കൊടുക്കുന്നു. സോ നമുക്ക് മുകളിൽ ഡോട്ടഡ് ലഭിക്കുന്നു. അതുപോലെ താഴെ ഞാൻ ബോർഡർ ബോട്ടം സ്റ്റൈൽ ഞാൻ ഗ്രൂവ് കൊടുക്കുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്രൂവ് ടൈപ്പിലുള്ള ഒരു സ്റ്റൈൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഞാൻ ബോർഡർ റൈറ്റ് സ്റ്റൈൽ ഞാനൊരു ഇൻസെറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റൈൽ കൊടുക്കുന്നു. സോ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു സ്റ്റൈൽ ലഭിക്കുന്നതാണ്. സോ ഇങ്ങനെ നമുക്ക് ലെഫ്റ്റ്, ടോപ്പ്, ബോട്ടം, റൈറ്റ് ഉപയോഗിച്ച് നമുക്ക് എല്ലാ പ്രോപ്പർട്ടിയും ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഉദാഹരണമായി ബോർഡർ വിഡ്ത്ത് നിങ്ങൾക്ക് അതുപോലെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ബോർഡർ ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് 15 കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ മാത്രം ആ ഒരു നമ്മൾ ഡോട്ടഡ് ബോർഡറിൻ്റെ വിഡ്ത്ത് നമുക്ക് 15 ലഭിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ ഓരോ സൈഡും നമുക്കിതുപോലെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഒരു സൈഡിൽ മാത്രമാണ് എനിക്ക് വേണ്ടതെങ്കിൽ എനിക്ക് ഈ ബാക്കി എല്ലാ ഭാഗവും ഈ ലെഫ്റ്റ് സൈഡിൽ മാത്രമാണ് വേണ്ടതെങ്കിൽ ബാക്കി എല്ലാ ഭാഗവും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ എനിക്ക് ലെഫ്റ്റ് സൈഡിൽ ലഭിക്കുന്നതാണ്. സോ നമുക്ക് ലെഫ്റ്റ് വിഡ്ത്ത് കൂടി ഇതിവിടെ കൊടുക്കാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലെഫ്റ്റ് സൈഡിൽ മാത്രം എനിക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഓരോ പ്രോപ്പർട്ടിയുടെയും ഓരോ സൈഡ് വൈസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് വളരെ ഈസിയായി പെട്ടെന്ന് നമുക്കൊരു ബോർഡർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഷോർട്ട് ഹാൻഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മൾ ജസ്റ്റ് ബോർഡർ എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ആദ്യമായി വരുന്നത് വിഡ്ത്ത് ആയിരിക്കും. സോ ഞാനിവിടെ 10 പിക്സൽ കൊടുക്കുന്നു. ശേഷം സ്പേസ് കൊടുത്ത ശേഷം നമുക്ക്
ബോർഡർ സ്റ്റൈലാണ്. സോ ഞാനിവിടെ സോളിഡ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം വരുന്നത് കളറാണ്, ഞാനിവിടെ ബ്ലൂ എന്ന് കൊടുക്കുന്നു. ശേഷം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബോർഡർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഒറ്റ ലൈനിൽ തന്നെ ഷോർട്ട് ഹാൻഡ് ആയിട്ട് ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് പ്രത്യേകം നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ച പോലെ പ്രത്യേകം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് റൗണ്ടഡ് ടൈപ്പിലുള്ള ബോർഡർ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമുക്ക് അതിന് ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ബോർഡർ റേഡിയസ്, സോ ഞാനിവിടെ ഒരു 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം ഈ ബോർഡർ ഒന്ന് റൗണ്ട് ആയതായത്, അതിൻ്റെ ഓരോ കോർണറും റൗണ്ട് ആയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഞാനിവിടെ ജസ്റ്റ് ഇത് 5 പിക്സൽ കൊടുക്കുന്നു. വിഡ്ത്ത് 20 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു റൗണ്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 5 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ റൗണ്ട് നമുക്ക് കുറയുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബോർഡറിൻ്റെ കോർണറിൻ്റെ റേഡിയസ് നമുക്ക് ഡിഫൈൻ ചെയ്ത് അത് നമുക്കൊരു റൗണ്ട് ബോർഡർ ആക്കാൻ സാധിക്കുന്നതാണ്.